വന്ദേ മാതരം ഞങ്ങൾ പാടില്ല, ഞാൻ പാടില്ല, മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിക്കുകയുമില്ല എന്നാണ് ഒരു ചെറിയ കുട്ടി പറയുന്നത്. സമൂഹ മാധ്യമത്തിലൂടെ ഈ കുട്ടി വന്ന് വെല്ലുവിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാടാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ, പ്രത്യേകിച്ച് അധ്യാപകർ നിർബന്ധിച്ചാൽ അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ സ്വീകരിക്കുമെന്നൊക്കെയാണ് ഈ കുട്ടിയുടെ സമൂഹ മാധ്യമത്തിലൂടെ വെല്ലുവിളിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ വന്ദേമാതരം ചെല്ലൂല, ഇല്ല, ഞങ്ങൾ സാറാ ചെല്ലുന്ന ദേശീയഗാനം മാത്രം ചെല്ലും. അതിന് കൂടുതലായിട്ടൊന്നും ഞങ്ങളോട് ചെല്ലിപ്പിക്കണ്ട. ഇനി ഏത് ടീച്ചർമാർ ചെല്ലിക്കണമെങ്കിൽ ആ ടീച്ചർക്ക് കരുത്തമായ നടപടിയെടുക്കണം. അല്ലാതെ സംഘികൾക്ക് വേണ്ടിയിട്ട് നീ ചെല്ലാൻ ഇവിടെ ആരാ? മോഡി അമർത്തി പറഞ്ഞത് മാത്രം ചെല്ലാൻ. അപ്പോൾ അത് വിദ്യാഭ്യാസ സംസ്കൃതിയിലായാലും അതിവിടെ ഏതൊരു വിദ്യാഭ്യാസത്തിലും ചെല്ലാൻ സമ്മതിക്കൂല, ചെല്ലാൻ പറ്റൂല. അത് അടിച്ചിറക്ക തന്നെ ചെയ്യും. ഈ വന്ദേമാതരം ചെല്ലാനൊന്നും ഞങ്ങളെ കിട്ടൂല. അതിനെ മോഡി അമർസും ഞങ്ങളോട് ചെല്ലിച്ചാൻ പറഞ്ഞാൽ അവിടെ ചെല്ലുന്ന ആളല്ല. ഈ കുട്ടി പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ കോൺഗ്രസിൻ്റെതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സമരവേദിയിൽ ഉയർന്നു വരുന്ന ഒരു മുദ്രാവാക്യമാണ് ഇന്ത്യ ആരുടെയും അച്ഛന്റെ വകയല്ല എന്ന് ഇടയ്ക്ക് പറയുമെങ്കിലും, അതേപോലെ ജനഗണമന എന്നൊരു സിനിമയിലെ ട്രെൻഡിങ് ഒരു ഡയലോഗായിരുന്നു, ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന് എടുത്ത് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. ആ ഡയലോഗ് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള, അതായത് കേന്ദ്ര സർക്കാരിനെതിരെയും പല സമരങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഹൈലൈറ്റ് ആയിട്ടുള്ള മുദ്രാവാക്യം കൊണ്ട് ഇവർ വരുന്നത്. അങ്ങനെ ഇന്ത്യ ആരുടെയും വകയല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ കോൺഗ്രസിന്റെ വകയാണെന്ന് ഈ കുട്ടിയോട് ആരാണ് പറഞ്ഞു കൊടുത്തത്? നമുക്ക് ഈ കുട്ടിയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഈ കുട്ടി സ്വതസിദ്ധമായിട്ട് എടുത്തു പറഞ്ഞ വാക്കുകളല്ല ഇത്. കാരണം കുട്ടിക്ക് ഒന്നാമത്തെ നേതാക്കന്മാരുടെ പേര് പോലും അറിയില്ല, പ്രധാനമന്ത്രിയുടെ പേര് പോലും അറിയത്തില്ല, മോദി, അങ്ങനെ അതും തപ്പിത്തടഞ്ഞാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് പോലും ശംസുദ്ദീൻ തംസുദ്ദീൻ എന്നൊക്കെയാണ് പുള്ളി വിളിക്കുന്നത്, കുട്ടി വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, കുട്ടീനെ കൊണ്ട് ആരോ മനഃപൂർവ്വം പറയിപ്പിക്കുന്ന വാക്കുകളാണ് ഇവയെന്നെല്ലാം. അതായത് ഇന്ത്യ കോൺഗ്രസിന്റേതാണ് എന്ന് ഈ കുട്ടീനെ ആരോ പറഞ്ഞ് തിരുത്തിരിക്കുകയാണ്. വന്ദേ മാതരം ഞങ്ങൾ പാടുകയില്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. ഇനി പാടാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. എന്ത് നടപടി സ്വീകരിക്കുന്നതാണ് ഈ കുട്ടി ഉദ്ദേശിച്ചത്? അതായത് നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, അന്നും കോൺഗ്രസ് ആയിരുന്നു കേരളം ഭരിച്ചിരുന്നത്, ആ ഒരു സമയത്ത് ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസ് ഇന്നും നടക്കുന്നുണ്ട്. ആ കൈവെട്ടിയ കേസ് എന്തുകൊണ്ടുണ്ടായി? ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേക മതത്തിന്റെ ഒരു കാര്യം, അത് ഒരു ഭാഷയും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതെന്തോ പഠിപ്പിച്ചു എന്നൊരു പേരിലാണ് അദ്ദേഹത്തിന്റെ കൈ വരെ വെട്ടി പ്രതിഷേധിച്ചു. അത് വെട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് പ്രസംഗിച്ചത് ആരാണെന്നോ? അബ്ദുൽ നാസർ മദനിയാണ്. ഈ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോൾ, അതായത് വർഷങ്ങൾക്ക് മുന്നേ കോൺഗ്രസ് ഭരിച്ചിരുന്ന അന്ധകാലത്താണ് ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്. ഇനിയും ഈ 2026 VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഈ മന്ത്രിസഭയ്ക്ക് ഇത് തനി ആവർത്തനമാവുകയാണോ എന്നാണ് ചോദിക്കാനുള്ളത്. അതായത് വന്ദേ മാതരം പാടിക്കഴിഞ്ഞാൽ അത് പാടാൻ നിർബന്ധിക്കുന്ന ടീച്ചർമാരെയും അധ്യാപകരെ ഒന്നടങ്കം വെല്ലുവിളിക്കുകയാണ് ഈ കുട്ടി ചെയ്തിരിക്കുന്നത്. അത് ഈ കുട്ടിയുടെ ഭാഷയുമല്ല, ഈ കുട്ടീനെ കൊണ്ട് ആരോ പറയിപ്പിക്കുന്നതാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും വന്ദേ മാതരം ദേശീയ ഗീതമാണ്. അല്ലാതെ ഈ കുട്ടിക്ക് വന്ദേ മാതരം പാടിയത് അല്ലെങ്കിൽ വന്ദേ മാതരം എഴുതിയത് BJP ആണെന്നാണ് ഈ കുട്ടി തെറ്റിദ്ധരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 1855 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ് മഠ് എന്ന തൂലികയിൽ വിരിഞ്ഞതാണ് ഈ വന്ദേ മാതരം, അതായത് നമ്മുടെ ദേശീയ ഗീതം. തുടക്കകാലത്ത് ഇത് വിപ്ലവഗാനം എന്ന, അതായത് ബ്രിട്ടീഷുകാർക്കായിരുന്നു ഈ വന്ദേ മാതരം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നമുള്ളത്. അവർ നിരോധിച്ചതാണ് ഈ ഗാനം. കാരണം അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ ഒരു വിപ്ലവ ഗാനമായിരുന്നു ഈ വന്ദേ മാതരം. അന്ന് ഹിന്ദുക്കൾ ഇത് ഏറ്റുപാടുമായിരുന്നു, ക്രിസ്ത്യൻസ് ഏറ്റുപാടുമായിരുന്നു, മുസ്ലിംസ് ഏറ്റുപാടുമായിരുന്നു, സിഖുകാർ ഏറ്റുപാടുമായിരുന്നു. അന്ന് ഇന്ത്യയിലെ ഏതൊക്കെ മതങ്ങളുണ്ടോ ആ മതത്തിലെ വിശ്വാസികളെല്ലാം ഒന്നടങ്കം ഈ വന്ദേ മാതരം ഏറ്റുപാടുമായിരുന്നു, മുഴുവനായിട്ടും പാടുമായിരുന്നു. കാരണം പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട, അതായത് ബ്രിട്ടീഷുകാർ ഇത് പാടാൻ പാടില്ല എന്ന് പാടുന്നവരെ തല്ലുമെന്ന് പറഞ്ഞിട്ട് പോലും തല്ലുകൊണ്ട് ചോര ഒലിപ്പിച്ച തെരുവ് വീഥികളിൽ ഒന്നടങ്കം ആണുങ്ങളും പെണ്ണുകളും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധന്മാരും വൃദ്ധകളും എല്ലാം ഏറ്റുപാടിയതാണ് ഈ വന്ദേ മാതരം. ആ വന്ദേ മാതരം ഒരു വിപ്ലവകരമായ ഗാനമാണ്. അതൊന്നും ഈ കുട്ടിക്ക് അറിയില്ല. പിന്നെ ഈ കുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ വന്ദേ മാതരം പാടില്ല, ഞങ്ങൾ ദേശീയ ഗാനം പാടും. ഇനി കുട്ടി അറിഞ്ഞോളൂ, ഈ ദേശീയ ഗാനം എഴുതിയത്
നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ്. അദ്ദേഹമാണ് ഇത് ആദ്യ കാലങ്ങളിൽ ഈ വന്ദേ മാതരം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ ഗീതം എടുത്ത് ആലപിച്ചത്, മുഴുവനായിട്ടും ആലപിച്ചത്. ആദ്യ കോൺഗ്രസിന്റെ ആദ്യകാല സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും ഈ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിച്ചിരുന്നു. അന്നത്തെ കോൺഗ്രസിന് ഇത് കുഴപ്പമില്ല. കാരണം അന്നത്തെ കോൺഗ്രസിന് കുഴപ്പമില്ല എന്ന് പറയുന്നത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ചത്ത കുതിരയാണ്. പക്ഷെ അന്ന് മുസ്ലിം ലീഗ് ചത്ത കുതിരയായിരുന്നെങ്കിൽ ഇന്ന് അതേ മുസ്ലിം ലീഗിന്റെ ഒത്താശയോട് കൂടിയാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നത്. അങ്ങനെ ഭരിക്കുമ്പോൾ അവരെങ്ങനെ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് പാടിക്കാൻ പറ്റും, എങ്ങനെ ചൊല്ലിക്കാൻ പറ്റും? ഈ കൊച്ചു കുട്ടികളെ ഒരു ടൂളായിട്ട് എടുക്കുന്നത് ഇന്നും ഇന്നലെയും ഇവർക്ക് തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. അതായത് 2022 അവിലും മലരും കുന്തിരിക്കും ഒക്കെ കരുതി വെച്ചു, നിന്റെ കാലനൊക്കെ വരുന്നുണ്ടടാ എന്നൊരു കുഞ്ഞു കുട്ടീനെ തോളിലേറ്റി നമ്മുടെ പ്രബുദ്ധ മലയാളികൾ അടക്കി വാഴുന്ന ഈ കേരളത്തില് ഒരു മുദ്രാവാക്യം മുഴക്കിയതാണ്. അതും ഭയങ്കര ക്രൂരമായിട്ടുള്ള മുദ്രാവാക്യം. കാരണം അവിലും മലരും കുന്തിരിക്കും കരുതി വെച്ചു, നിന്റെ കാലൻ എഴുന്നള്ളുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിച്ചതാണ്. അതും PDP പ്രവർത്തകനാണ് വിളിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇന്നും ഇന്നലെ അല്ല ഇവർ പിള്ളേരെ അല്ലെങ്കിൽ കുട്ടികളെ മനസ്സിലേക്ക് ഇത് ഇൻജെക്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതും കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നതും. ഇത് പക്ഷെ 2022 ഇത് വലിയ കേസുകളും, അതായത് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ കാര്യമായ ശിക്ഷകളൊന്നും ലഭിച്ചിട്ടില്ല. അന്നും ഈ കുട്ടിക്ക് അറിയില്ലല്ലോ, കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. കാരണം ഈ ഒരു കുട്ടി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പലപ്പോഴായിട്ട് നമുക്ക് ആ കുട്ടിയുടെ വാക്കുകൾ കേട്ടാൽ അറിയാം. കാരണം കുട്ടിക്ക് യഥാർത്ഥത്തിൽ നേതാക്കന്മാരെ പേരറിയില്ല, പ്രധാനമന്ത്രിയുടെ പേരറിയില്ല. ആരോ എഴുതി കൊടുത്തു, അവരുടെ ഭാഷയിൽ വായിക്കാൻ പോലും കുട്ടിക്ക് പറ്റുന്നില്ല. അതായത് കുട്ടിയുടെ ഭാഷയിൽ എടുത്ത് സംസാരിക്കാൻ കുട്ടിക്ക് അത് പറ്റുന്നില്ല. കുട്ടിക്ക് ആകെപ്പാടെ അറിയാവുന്ന വന്ദേ മാതരം ഇന്ത്യയുടെ, അതായത് വന്ദേ മാതരം ഇവിടെ പാടാൻ പാടില്ല, മുഴുവൻ പാടാൻ പാടില്ല, ഞങ്ങൾ പാടുന്ന ദേശീയഗാനം മാത്രമേ പാടത്തുള്ളൂ എന്നാണ്. എപ്പോൾ മുതലാണ് ഈ വന്ദേ മാതരം പ്രശ്നമായി തുടങ്ങിയത്? നമ്മുടെ വിപ്ലവ ഗാനമായിട്ടുള്ള വന്ദേ മാതരം, അതായത് ഇപ്പോൾ നമ്മുടെ ദേശീയ ഗീതമാണ്. ആ ദേശീയ ഗീതമായിരിക്കുന്ന ഈ വന്ദേ മാതരത്തെ എന്തിനാണ് ഇവർ വെറുപ്പോടുകൂടി കാണുന്നത്? ചിലർ പറയുന്നു, അതായത് ഇപ്പോഴത്തെ ആദ്യം ഈ വന്ദേ മാതരം മുഴുവൻ പാടണമെന്ന് പറഞ്ഞത് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയാണ്. ഈ ചീഫ് സെക്രട്ടറിയാണ് ആ ഉത്തരവാണ് എല്ലാ വകുപ്പുകൾക്കും കൊടുത്തത്. പക്ഷെ അങ്ങനെ കൊടുത്തപ്പോൾ ആദ്യം അതിനെ എതിർത്തത് ആരാണെന്നറിയോ? നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ് അതിനെ എതിർത്തത് മാത്രമല്ല, പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ വരികളൊന്നും, അതായത് മുഴുവനായിട്ട് ആരംഭിക്കേണ്ട ആ കാര്യമൊന്നുമില്ല, ഈ 2 വരികൾ മാത്രം പറഞ്ഞാൽ മതി. പിണറായി വിജയനാണ് ഇപ്പോൾ മുൻപന്തിയിൽ വന്നതെങ്കിൽ അതിനെ ഏറ്റുപിടിച്ച് കുഞ്ഞാലിക്കുട്ടി വന്നിട്ടുണ്ട്, മുഴുവൻ പാടണമെന്ന് ഞങ്ങൾ ആലോചിക്കും എന്നാണ്. ഇപ്പോൾ കെ മുരളീധരൻ വന്നിരിക്കുകയാണ്, നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്, വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം പാടിയാൽ മതി എന്നാണ്. എന്റെ ബാക്കി പാടാൻ ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണോ, അതോ ഇവർ ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാടില്ല എന്ന് പറയുന്നത്? വന്ദേ മാതരം പാടിക്കഴിഞ്ഞാൽ ഏത് ഇന്ത്യൻ പൗരന്റെ മനസ്സിലാണ് മുറിവേൽക്കാൻ പോകുന്നത്? ഈ പിഞ്ചു കുഞ്ഞുകളിൽ പോലും ഇത്രയും വർഗീയത പടർത്തി കൊടുക്കുന്ന ഇവരെയൊക്കെയാണ് ശരിക്കും കടക്ക് പുറത്തെന്ന് പറയേണ്ടത്. ഇനി കുട്ടി അറിയുന്ന ഒരു ചരിത്രം കൂടിയുണ്ട്. 1947 ഓഗസ്റ്റ് 14 ഇന്ത്യയിൽ നിന്ന് ഒരു കഷ്ണം മുഹമ്മദിന്റെ ചിഹ്നം പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ കഷ്ണത്തിന്റെ പേരാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. അന്ന് അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണം, മതരാജ്യം വേണമെന്ന് പറഞ്ഞിട്ടാണ് അത് പറിച്ചുകൊണ്ട് പോയത്. പക്ഷെ ആ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ ശേഷം 1947 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമാണ്. എന്താണെന്നോ? ഇനി മുതൽ ഇന്ത്യ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, സംസാരിക്കാം, അഭിപ്രായം പറയാം, പറയാതിരിക്കാം, വിമർശിക്കാതിരിക്കാം. ഇതെല്ലാം ഇന്ത്യൻ പൗരന്റെ അവകാശമാണ്. അതുപോലെ തന്നെ നമുക്ക് വന്ദേ മാതരം പാടാം, പാടാതിരിക്കാം. പക്ഷേ പാടിപ്പിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അങ്ങനെ പാടിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കുട്ടിക്ക് എഴുതി കൊടുക്കുന്നവർ, എനിക്ക് കുട്ടിയോടല്ല, കുട്ടിക്ക് ഇത് എഴുതി കൊടുത്ത വ്യക്തികളോടാണ് സംസാരിക്കാനുള്ളത്. ഈ കുട്ടീനെ വെച്ച് സംസാരിക്കുന്ന നേരം കൊണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടേതായ മുഖത്തോടു കൂടി വന്ന് സംസാരിപ്പിക്കൂ. കാരണം കുട്ടികളെ അല്ല ഇതിനു വേണ്ടി ടൂളായിട്ട് എടുക്കേണ്ടത്. അന്ന് ഗാസയിലെല്ലാം ഇവര് വലിയ പ്രശ്നമാക്കിയത് കാരണം ഗാസയില് സ്കൂളിലാണ് ഇവര് ബോംബിടുന്നത്, അതുകൊണ്ട് കുട്ടികളെല്ലാം മരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ ബോംബിടുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണെന്ന് അറിയാം. കാരണം ഈ തീവ്രവാദികളെല്ലാം അവർ
അവർ ഷെൽട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും ഹോസ്പിറ്റലുകളുമാണ്. അപ്പോൾ ഒറ്റയടിക്ക് അവിടെ തീവ്രവാദികളെ അറ്റാക്ക് ചെയ്യുമ്പോൾ, അതായത് ആക്രമിക്കുമ്പോൾ സ്കൂളിലാണ് ബോംബ് എറിഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്കൂളിനെ ബോംബ് എറിയുന്നെങ്കിൽ എന്ത് കണ്ണിച്ചോരാത്ത മനുഷ്യരാണെന്ന് വരുത്തി തീർക്കുന്ന അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിലും ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ കുട്ടിക്ക് ഇത്രയും പറഞ്ഞു കൊടുത്ത ആരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവർ തന്നെ പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടതാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ ഒരു നിയമമുണ്ട് ഇപ്പോൾ, അതായത് വന്ദേ മാതരത്തെ അനാദരിച്ചാൽ, അതായത് അനാദരവ് കാട്ടിയാൽ 3 വർഷം തടവും പിഴയുമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ നിയമം പ്രാബല്യത്തിൽ വന്ന സ്ഥിതിക്ക് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും, അതായത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പരിപാടികളിൽ വന്ദേ മാതരം പാടണമെന്ന സർക്കുലർ ഉണ്ട്. അത് മുഴുവൻ പാടണോ അതോ ഈ 2 വരികൾ പാടണോ എന്നുള്ളത് ഓരോ സംസ്ഥാനത്തിലും തീരുമാനിക്കാം. പക്ഷെ ഇവിടുത്തെ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയാണ് മുഴുവൻ പാടണമെന്ന് എല്ലാ വകുപ്പുകൾക്കും കൊടുത്തത്. അതുകൊണ്ട് അത് പാടണോ വേണ്ടോ എന്നുള്ളത് അധികാരപ്പെട്ടവർ തീരുമാനിക്കട്ടെ. അല്ലാതെ ഏതെങ്കിലും മുക്കിലും മൂലയിൽ കയറി ഇരിക്കുന്ന ഒരു കുട്ടീനെ വെച്ച് ടൂളായിട്ട് സംസാരിക്കുന്നവരല്ലല്ലോ ഇത് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ അറിവില്ലായ്മയെ നമുക്ക് പറഞ്ഞു തിരുത്തി കൊടുക്കാം. പക്ഷെ കുട്ടിക്ക് ഇത് തിരിച്ചു കൊടുക്കുന്ന, കുട്ടിക്ക് ഇത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊടുക്കുന്ന, പുറകിൽ നിന്ന് കളിക്കുന്നവരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. കാരണം ഇത് ഈ ഒരു കുട്ടി മാത്രമല്ല, കേരളത്തിലെ പല കുട്ടികളും ഇതുപോലെ മാനിപ്പുലേറ്റ് ആയിട്ട് ചെയ്തു വരുന്നുണ്ട്, മാനിപ്പുലേറ്റ് ആകുന്നുമുണ്ട്. അവർ തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കേട്ടതാണ് 16 വയസ്സുള്ള കുട്ടിയെ പോലെ ISIS ചേർന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത്ര മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരവരെ കുട്ടികളെ ഇങ്ങനെയൊക്കെ വിടുന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ കുട്ടികളെ ചാവേറാക്കാനല്ല ഓരോ മാതാപിതാക്കളും പഠിപ്പിക്കേണ്ടത്. അത് എടുത്തു പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ആ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയേണ്ടത്, സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അല്ലാതെ ഇന്ത്യയുടെ ഓപ്പോസിറ്റ് കൺട്രി ആയ ശത്രു രാജ്യമായ പാകിസ്ഥാനെ കൂടെ പിടിക്കാനല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. അതും കൂടി ചേർത്ത് വെക്കട്ടെ.